Hello guys, so welcome to our channel. ഇന്ന് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കനേഡിയൻ ഹൗസ് അതാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ വീഡിയോസായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ നമ്മളുടെ ഒപ്പമുള്ളത് ഒരു ലൈസൻസ്ഡ് റിയലേറ്ററാണ്. ചേച്ചിയുടെ പേര് ലിതാ മാണി. ആൻഡ് ചേച്ചി ആയിരിക്കും ഇതിനെക്കുറിച്ച് ഒരു വീടിനെക്കുറിച്ച് ഉള്ള എല്ലാം ഡീറ്റെയിൽസും തരുന്നത്. ഇപ്പോൾ നമുക്ക് ചേച്ചിനെ ആയിട്ട് പരിചയപ്പെടാം. ചേച്ചി പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ഒരു റിയൽറ്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. എൻ്റെ പേര് ലിത. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 6 years ആയി. ഞങ്ങൾ പക്ഷെ ബേസിക്കലി എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ റിസർച്ചിലാണ്. ഞാൻ റെഗുലേറ്റഡ് ടോക്സിക്കോളജിസ്റ്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് വീടിനോടുമുള്ള അതിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും എൻ്റെ ഹസ്ബൻഡിനുള്ള ഒരു താല്പര്യവും ആ ഒരു രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റും ആയതുകൊണ്ട് ഞങ്ങൾ ഈ ഫീൽഡിലോട്ട് മാറാം എന്നുള്ള രീതിയിലായി. അങ്ങനെ ഇവിടെ എക്സാം ഉണ്ട് റിയൽറ്ററിന്. നമുക്ക് 3 to 4 എക്സാംസ് എഴുതണം. ലൈസൻസ്ഡ് പ്രൊഫഷനാണ്. നമുക്ക് പ്രോപ്പർ ലൈസൻസ് ഉള്ള രീതിയിൽ നമുക്ക് എക്സാം എഴുതിയിട്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. സോ അത് പാസ് ഔട്ട് ആയിട്ട് ഞങ്ങളിപ്പം ഈ റിയൽറ്റർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് അറൌണ്ട് 2 to 3 years ആയി. കുറേയേറെ പഠിക്കാൻ പറ്റി, കുറേയേറെ കാര്യങ്ങൾ അറിയാൻ പറ്റി, ഡിഫറെൻറ്റ് വീടുകൾക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മെയിൻലി അത് ആക്റ്റീവായിട്ട് എന്നോട് കൂടെ ഉണ്ട്. ഇപ്പം ഇല്ല. മോഡ്ഗേജിലാണേലും ഏതെങ്കിലും കാര്യത്തിലാണേലും ഞങ്ങൾക്കൊരു ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പിന്നെ ഇവിടുത്തെ നമ്മൾ വന്നപ്പം ഞങ്ങൾ വീട് മേടിച്ച സമയത്തും നമുക്ക് തോന്നും നമുക്കറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതലും അതാണ് ട്രൈ ചെയ്യുന്നത്. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഒരു വീട് മേടിക്കുന്നുള്ള എക്സ്പീരിയൻസ് അറിയാൻ വയ്യാത്ത, ഇപ്പം മഡ്റൂം എന്ന് പറഞ്ഞാൽ എന്താ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. ഞങ്ങളും അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു. അല്ലെങ്കിൽ ലിനൻ ക്ലോസറ്റ് എന്തുവാ എന്നൊന്നും അറിയാം, നമ്മൾ അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ ഇവിടുത്തെ ലാംഗ്വേജും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള വിശ്വാസത്തിൽ നിന്നും നമുക്ക് ഇനിയും ബാക്കിയുള്ള വീടുകളെല്ലാം നോക്കിയിട്ട് അതിനെ പറ്റി കാണാം. സോ നമ്മളിപ്പം നിൽക്കുന്നത് മാരിപ്പോസ എന്ന് പറഞ്ഞ ഒരു വീട്ടിലാണ്. മോഡലിന്റെ പേരാണ് മാരിപ്പോസ. 2623 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ടോട്ടൽ 5 bedrooms ആണ്. 3 to 4 bathrooms ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഏരിയയിൽ ഇതാണ് മെയിൻ എൻട്രിയാണ്. ഇതിനെ ഫോയൽ എന്നാണ് പറയുന്നത്. ഫോയൽ നമ്മൾ ഏറ്റവും ആദ്യം വരുമ്പോൾ ഇതാണ് ഏറ്റവും ഫസ്റ്റ് ലിവിംഗ് റൂമിന്റെ അകത്ത് ഇവിടെ ഇത് തുറന്നാൽ ക്ലോസറ്റ് ആണ്. ഇപ്പൊ തൽക്കാലം ഷോഹോമായോണ്ട് ഇങ്ങനെ ക്ലോസറ്റിനകത്ത് ഇവിടെ കാനഡയിൽ നല്ല തണുപ്പുള്ളതുകൊണ്ട് തണുപ്പും ജാക്കറ്റ്സ് ഒക്കെ വരുമ്പം ഏറ്റവും ആദ്യം ഗസ്റ്റിനെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ചെയ്തിട്ട് മുന്നോട്ട് വീട്ടിലോട്ട് എൻ്റർ ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ടാണ്. സ്പേസിനെ പറയുന്നത് മഡ് റൂം എന്നാണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ ഗറാജിൽ നിന്നുള്ള മെയിൻ എൻട്രി ഉള്ള മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. അവരിപ്പോൾ തൽക്കാലം ഷോഹോം ആയതുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഇതാണ് മെയിൻ എൻട്രി വരുന്നത്. ദിസ് ഏരിയ ഇത് കംപ്ലീറ്റ്ലി ഇതിനെ പറയുന്നത് മഡ്റൂം ആണ്. എന്താണെന്ന് വെച്ചാൽ വൈ മഡ്റൂം? ബിക്കോസ് അഗൈൻ കാനഡ ആയതുകൊണ്ട് സ്നോ ആവുമ്പം ആ സമയത്ത് നമ്മൾ അകത്ത് കയറി വരുന്നതിന് മുന്നേ, നമ്മുടെ തന്നെ വീട്ടിൽ കയറി വരുന്നതിന് മുന്നേ ഇവിടുത്തെ ഒരു കസ്റ്റമാണ് വി റിമൂവ് ഷൂസ്, ജാക്കറ്റ്സ് ആൻഡ് എവറിത്തിങ്. സോ അത് ആ സ്പേസ് മടിയാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ക്ലോസറ്റും ഈ ഏരിയയും ഗറാജി എന്നുള്ള എൻട്രിയും അതിനെയൊക്കെ മഡ്റൂം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഫ് എല്ലാം, നമ്മുടെ ജാക്കറ്റ്സ്, നമ്മുടെ ഷൂസ് എല്ലാം നമ്മളിവിടെ റിമൂവ് ചെയ്തിട്ടാണ് മെയിൻ വീട്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് മഡ്റൂം എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും മഡ്റൂം കാണത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ക്വയർ ഫീറ്റ്. അത് എന്തുമാത്രം ഉണ്ട്, എന്തുമാത്രം വലിയതായിരിക്കും എന്നുള്ള രീതിയിൽ. ഇത് കഴിയുമ്പം ഈ മോഡലിന് ഇവിടെ ഒരു ആക്ച്വലി താഴെ ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. അവര് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അഗൈൻ ഇതും ഒരു പുതിയ കോൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൂടിയായതുകൊണ്ട് അവരിങ്ങനത്തെ ഒരു പേരൻസും കൂടുതൽ താമസിക്കുന്നു എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അവർ ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം വേറെ പാർട്ട് ഓഫ് കാൽഗറി പോയാൽ ചിലപ്പം ഈ ബെഡ്റൂം ഇവിടെ കാണത്തില്ല. ബിക്കോസ് അവരുടെ പേരൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എൽഡർലി പീപ്പിൾ ഇല്ലാത്തതുകൊണ്ട് അവർ ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ഇങ്ങനെ താഴെ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും
ഒരു ക്ലോസറ്റ് കാണും. ഇതാണ് വാഷ്റൂമാണ്. എന്നിട്ടും താഴെയും എൻട്രി, ഈ സൈഡിൽ നിന്നും എൻട്രി ഉണ്ട്, ബെഡ്റൂമിൽ നിന്നും എൻട്രി ഉണ്ട്. പിന്നെ അഗൈൻ ഇതൊരു ഫുൾ ബാത്റൂമാണ്. ഷവർ, സ്റ്റാൻഡിങ് ഷവർ എന്നാണ് ഇതിന് പറയുന്നത്. അഗൈൻ ഇതും ഈ സ്പെസിഫിക് കമ്മ്യൂണിറ്റിയുടെ ഒരു ട്രെൻഡാണ്. ഇതും എല്ലായിടത്തും കാണത്തില്ല. ജനറലി ഈ ഏരിയയിലും ബാക്കിയുള്ള വീടുകളിലൊക്കെ ഹാഫ് ബാത്റൂംസേ കാണത്തുള്ളൂ. സ്റ്റാൻഡിങ് ഷവറോ അല്ലെങ്കിൽ കുളിക്കാനുള്ള സൗകര്യം കുറവായിരിക്കും. അഗൈൻ ഈ പേരൻസ് ഉണ്ട് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ കമ്മ്യൂണിറ്റിയിൽ അവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിന്റെ ബേസ്മെന്റ് ആണ്. എല്ലാ വീടുകൾക്കും ബേസ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. മിക്ക വീടുകൾക്കും 90% വീടുകൾക്ക്. റെസ്റ്റ് ചെറിയ 10% വീടുകൾക്ക് ഡിസൈനുകളുടെ ബേസ്മെന്റ് ഇല്ലാത്ത വീടുകൾ കാണത്തുള്ളൂ. അതിന് ബേസ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ ഒരുപാട് ഹറിക്കെയിൻസും ഒരുപാട് ട്വിസ്റ്റേഴ്സും അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്തി ആൾക്കാർ ബേസ്മെന്റിൽ ഇരുന്നാൽ വീടിപ്പം ബൈ ചാൻസ് എന്തെങ്കിലും ആയി കാറ്റും അതുമായി പോയാൽ ഡിസ്ട്രോയ് ആയി പോയാലും യുവർ ലൈഫ് വുഡ് ബി സേഫ്. സോ അതാണ് ഒരു മെയിൻ കോൺസെപ്റ്റ് ബേസ്മെന്റിന്റെ. ബട്ട് നൗ ഡേയ്സ് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പം ഒരു സെക്കൻഡ് ഏർണിംഗ് എന്നുള്ള രീതിയിൽ ബേസ്മെന്റ് റെന്റ് ഔട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിറ്റി അതിനെ ലീഗലൈസും ചെയ്യുന്ന തുടങ്ങിയിട്ടുണ്ട്. അതൊരു ബേസ്മെന്റ് സ്യൂട്ട് ആയിട്ട് സെപ്പറേറ്റ് ഒരു ഫാമിലിക്ക് കൊടുക്കാൻ തക്കാവുന്ന രീതിയിൽ നമുക്ക് അതിനെ ഇത് ചെയ്തെടുക്കാം. ജനറലി പുതിയ വീട് മേടിക്കുമ്പോൾ ഇങ്ങനെ ബേസ്മെന്റ് ഡെവലപ്ഡ് അല്ലായിരിക്കും. ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും അവർ ബേസ്മെന്റ് തരുന്നത്. പിന്നെയാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോ ഒരുപാട് വലിയ വീടാണ്. പക്ഷെ ജനറലി ഇപ്പൊ നമ്മളൊരു അബവ് 2000 അല്ലെങ്കിൽ 2300 സ്ക്വയർ ഫീറ്റ് വെച്ചുള്ള വീടുകൾക്ക് ഒരു ബേസ്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ അറൌണ്ട് $30,000 to $40,000 ചെലവാകും ലേറ്റർ ഓൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം അതും ഒരു ആഡഡ് എക്സ്പെൻസ് ആണ് നിങ്ങൾ വീട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇറ്റ് വുഡ് ഇൻക്രീസ് യുവർ ഹൗസ് വാല്യൂ. നിങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെതായ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. ഇനി മെയിൻ ഫ്ലോറിലോട്ടുള്ള എൻട്രി ആണ്. സ്റ്റെയർസ് ഉണ്ട്. അത് അവിടെ കാണുന്നത് സ്പൈസ് കിച്ചൺ ആണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. സ്പൈസ് കിച്ചൺ ആണ്. ഇതൊരു മെയിൻ ലിവിംഗ് ആണ്. അഗൈൻ ഇത് ഷോ ഹോം ആയതുകൊണ്ട് കുറെ അപ്ഗ്രേഡ്സുകൾ ഉണ്ട് അതിനകത്ത്. ഹാർഡ് വുഡ് ഫ്ലോർ ആണ്. ജനറലി നമുക്ക് ഹാർഡ് വുഡ് ഫ്ലോർ അല്ല. ഇപ്പൊ ഈയിടെയായിട്ട് എല്ലാവരും ലക്ഷറി വിനൈൽ പ്ലാങ്ക് ആണ് കൊടുക്കാറുള്ളത്. ഹാർഡ് വുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വെള്ളമൊക്കെ വീഴുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ക്രാക്സ് വരും. പക്ഷെ ലക്ഷറി വിനൈൽ പ്ലാങ്കിനകത്ത് ഒന്നാമത് അതിനേക്കാൾ ഇച്ചിരി വില കുറവാണ്. അതുകൊണ്ട് ഈസി ഇതാണ്. പിന്നെ പ്ലസ് ഈസി മെയിൻ്റെനൻസ് ആണ്. വെള്ളം വീഴുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തുടയ്ക്കേണ്ട, അത്ര കെയറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇതാണ് ഫയർ പ്ലേസ്. ഇതൊരു ഗ്യാസ് ഫയർ പ്ലേസ് ആണ്. ഇപ്പം കാനഡയിൽ 2 ടൈപ്പിലെ ഫയർ പ്ലേസസ് വരുന്നുണ്ട്. ഇലക്ട്രിക്കും വരുന്നുണ്ട്, ഗ്യാസും വരുന്നുണ്ട്. ഗ്യാസ് ഇസ് മോർ എക്സ്പെൻസീവ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രത്യേകം ഈ വാളിനകത്ത് പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അറൌണ്ട് $5,000 to $6,000 അപ്ഗ്രേഡ് ആയിട്ട് ആൾക്കാർ മേടിക്കാറുണ്ട്. അപ്പം ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ആ രീതിയിൽ പൈസ കുറയും. പണ്ട് ഇത് നെസസിറ്റി ആയിരുന്നു, ഇപ്പോൾ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ആണ്. ഇപ്പം വീടുകളല്ലാതെ ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ആണ്. ഈ വീട് പ്രത്യേകമാണ്. ഷോ ഹോം ആയതുകൊണ്ട് ഇതിനൊരു ഡിസൈൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ജനറലി നമുക്ക് ഇത്രയും വരെ കാണത്തുള്ളൂ. ഈ ഒരു ഏരിയ മാത്രമേ കിച്ചൺ ഐലൻഡ് ആയിട്ട് കാണത്തുള്ളൂ. ഇവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന എക്സ്ട്രാ സീറ്റിംഗിന് വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് ഫർദർ ഡിസൈൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കിച്ചണും ഇവിടെ സ്റ്റോപ്പ് ആവും. ഈ ഏരിയയിൽ നമ്മുടെ കിച്ചൺ സ്റ്റോപ്പ് ആയിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവർ ഇതിനെ കുറച്ചുകൂടെ വലുതായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഡൈനിങ് സ്പേസ് അവിടെ വന്നു. കിച്ചൺ അപ്ഗ്രേഡഡ് ആണ്. അപ്ഗ്രേഡഡ് ഇൻ ദ സെൻസ്, ഞാൻ ഈ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നമ്മൾ എപ്പോഴും വീട് മേടിക്കാൻ പോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ മോഡൽ, അതായത് മാരിപോസ എന്ന് പറയുന്ന ഈ മോഡലിന് ഒരു സ്റ്റാൻഡേർഡ് ബേസിക് പ്രൈസ് ലെറ്റ്സ് $560,000 or $560,000 ആണെങ്കിൽ അപ്ഗ്രേഡ് എന്ന് പറയുന്നത്
അതിന്റെ മുകളിൽ ചെലവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ബയറിന്റെ മണ്ടയ്ക്കാണ്. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ബയർ. ഈ ബയറിന് അത് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചോയ്സ് കൊടുക്കണം. അതിനാണ്. പക്ഷെ വീടിന്റെ വാല്യൂ കൂടും നമ്മൾ അപ്ഗ്രേഡ്സ് എടുക്കുന്നതിനനുസരിച്ച് വാല്യൂ. സോ ഇതൊരു അപ്ഗ്രേഡ്. കൗണ്ടർ ടോപ്പ് കംപ്ലീറ്റ്ലി താഴെ ഒന്നുമില്ലാതെ സ്ലാബിൽ തന്നെ കിച്ചണിന്റെ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇലക്ട്രിക് ഗ്യാസ് സ്റ്റോവ് ആണ്. നമുക്ക് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. 2 എണ്ണം ഉണ്ട്, ഇലക്ട്രിക്കും ഉണ്ട് ഗ്യാസും ഉണ്ട്. നമ്മുടെ നോർമൽ ഇന്ത്യൻ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ബെറ്റർ ഗ്യാസ് ആയിരിക്കും. പക്ഷെ ഇതിനകത്തും പ്രശ്നമില്ല, കുറച്ചുകൂടി നല്ലത് ഫ്ലാറ്റ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കിംഗ് എന്ന പോലത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ സ്ലാബ്സ് ഇതും ഒരു അപ്ഗ്രേഡ് ആണ്. നമ്മുടെ ജനറലി ഇത്ര തിക്നെസ്സോ അല്ലെങ്കിൽ ഇതോ വരത്തില്ല. ഇതൊക്കെ എഞ്ചിനീയർഡ് സ്റ്റോൺ അല്ലെങ്കിൽ ക്വാർട്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനും അപ്ഗ്രേഡ് ആയിട്ട് ആൾക്കാർ മേടിക്കാറുണ്ട്. ചില ബിൽഡേഴ്സ് ഇത് സ്റ്റാൻഡേർഡിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ ബിൽഡേഴ്സിന്റെ ഡിഫറെന്റ് റിക്വയർമെന്റ് പോലെ അല്ലെങ്കിൽ അവർ തരുന്ന സ്റ്റാൻഡേർഡ് പോലെ ആയിരിക്കും. ഇത് നമ്മുടെ ആക്ച്വലി ബേസിക് ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ്. കൂടുതലും ഇപ്പം കാനഡയിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് വീടുകൾ പണിയുന്നത്. പണ്ട് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി കിച്ചൺ ഇച്ചിരി സെപ്പറേറ്റഡ് ആയിട്ടും ലിവിംഗ് റൂം സെപ്പറേറ്റഡ് ആയിട്ടും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ ഇപ്പം കുറച്ചുകൂടി ആൾക്കാർക്ക് ഈ ഓപ്പൺ കോൺസെപ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ട് ആ രീതിയിലാണ്. സോ ഇത് ജനറലി നമ്മുടെ സ്റ്റോവ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ താഴെ അറ്റാച്ച്ഡ് ആയിട്ടാണ് എപ്പോഴും വരാറുള്ളത്. ഇത് ഓവനാണ്, ബേക്ക് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് ഒരു കനേഡിയൻ ഒരു പാർട്ട് ഓഫ് കുക്കിംഗ് ആണ്. സോ അതുകൊണ്ട് നമ്മളുടെ എല്ലാ അതിനകത്തും ബേക്ക് അറ്റാച്ച്ഡ് ഓവൻ ആയിരിക്കും. പക്ഷെ അതൊരു അപ്ഗ്രേഡ് ആയതുകൊണ്ട് അതിന് അവിടുത്തെ ഓവൻ മാറ്റിയിട്ട് ഇവിടെ വാൾ മൗണ്ട് ചെയ്തിരിക്കുവാണ്. ഇത് നമുക്ക് ഇന്നത്തെ ബേക്കിംഗ് ഫുൾ വർക്ക്ഔട്ട് ചെയ്യാം. സെയിം വേ ഇത് മൈക്രോവേവ് ഓവൻ ആണ്. ഇതും ഇൻബിൽട്ട് എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും ഇൻബിൽട്ട് മൈക്രോവേവ് ഓവൻ ആൻഡ് കൺവെക്ഷൻ ഓവൻ എന്നാണ് സ്പെസിഫിക്കലി പറയുന്നത്. ഇതിനും നമുക്ക് പൈസ കൂടുതലാണ് ജനറലി വരുന്നത്. ഈ ഒരു വീട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇത്രയും സ്പേസ് ജനറലി സ്പൈസ് കിച്ചൺ എന്താ പറയുന്നത് പാൻട്രി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ജനറൽ ഏരിയയിൽ ഈ സ്പേസ് പാൻട്രി ആയിട്ട് പോകും. അത് ക്ലോസ് ആവും. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. ഇതിങ്ങനെ ക്ലോസ് ആവും. ഇതൊരു സ്പൈസ് പാൻട്രി ആണ്. പാൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ഗുഡ്സും എല്ലാ സാധനങ്ങളും അരിയായി അങ്ങനത്തെ എന്തെങ്കിലും പൾസസ് ആയി അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് സ്റ്റോറേജ് റൂം എന്ന് പറയാം. അതാണ് നമ്മുടെ ഇവിടുത്തെ പാൻട്രി. പക്ഷെ ഇവര് ഈ വീട്ടിന് പാൻട്രിയുടെ സ്ഥാനം ഇവിടെ 2 എണ്ണം കൂടുതൽ കൊടുത്തു. ഈ ഒരു ഇതായിട്ട് കൂടുതലായിട്ട് ഇവിടെ പാൻട്രി സ്റ്റോറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഏറെ സ്ഥലം കൊടുത്തു. എന്നിട്ട് ഇതിനെ സ്പൈസ് കിച്ചൺ എന്നുള്ള ഒരു പേരിൽ ഒരു സെക്കൻഡ് കിച്ചൺ ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്പെസിഫിസിറ്റിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ മസാലകളും നമ്മുടെ കുക്കിങ്ങിനും കുറച്ച് ഏറെ സ്മെല്ലും അതും ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊരു പ്രത്യേക ഒരു കിച്ചൺ അതിനായിട്ട് ഫ്രൈയിങ്ങിനും അതിനും വേണ്ടിയിട്ട് ഒരു കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കാണ്. അതെന്താന്ന് വെച്ചാൽ ആ മെയിൻ കിച്ചൺ അപ്പം അത്രയും അഴുക്കാകാതും അത്രയതായിട്ട് മെയിൻറ്റെയിൻ ആവും. ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ സ്പൈസ് കിച്ചൺ എന്നുള്ള പേരിൽ വരുന്നത്. ഇതും ഒരു അപ്ഗ്രേഡ് ആണ്. ഇത് കൊടുക്കുന്നതിനും ഉണ്ടാക്കുന്നതിനും തന്നെ അറൌണ്ട് 10,000 to 15,000 എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. നമ്മുടെ ബേസ് പ്രൈസിൽ നിന്ന് മുകളിൽ കൊടുക്കണം. അപ്പോഴാണ് അവരിത് ഈ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒഫീഷ്യൽ ഡൈനിങ് സ്പേസ് ആണ്. അവിടെ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഫാമിലി ഡൈനിങ് സ്പേസ്. പക്ഷെ ഇവരെ ഇപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടാണ്. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഒഫീഷ്യൽ ഡൈനിങ് സ്പേസ്. ഇതാണ് നമ്മുടെ മെയിൻ ഫ്ലോറിലോട്ട് പോകുന്നത്. അഗൈൻ കാനഡയിലെ ഒരു കോൺസെപ്റ്റ് വീടുകളിൽ എന്ന് പറയുമ്പോൾ ജനറലി നമ്മുടെ താഴത്തെ ഫ്ലോറിൽ അല്ലെങ്കിൽ മെയിൻ ഫ്ലോറിൽ കയറി വരുന്ന ഫ്ലോറിൽ ബെഡ്റൂംസ് കാണാറില്ല. ഈ വീട്ടിൽ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. പക്ഷെ ജനറലി അവരുടെ കോൺസെപ്റ്റ് പറഞ്ഞാൽ ലിവിംഗ് റൂം, കിച്ചൺ, നിങ്ങളുടെ ഡൈനിങ് സ്പേസ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ഓഫീസ് റൂം അതായിരിക്കും നിങ്ങളുടെ മെയിൻ ഫ്ലോറിൽ. ബാക്കിയുള്ള നിങ്ങളുടെ റെസ്റ്റിംഗ് ഏരിയ, നിങ്ങളുടെ ബെഡ്റൂംസ് എല്ലാം മുകളിലത്തെ ഫ്ലോറിലായിരിക്കും. അപ്പൊ നമുക്ക് അതാണ് ഇവിടെയും കാണുന്നത്.
ഇത് നമ്മൾ വരുമ്പം അഗൈൻ ഇത് ഇങ്ങനെ ഒരു വന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തെ ലാൻഡിംഗ് എന്നാണ് പറയുന്നത്. ഒരു വീടുകളിൽ ലാൻഡിംഗ് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഈ വന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്രയും ലാൻഡിംഗ് ഉണ്ട്, നല്ലതായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള സംഭവം. അപ്പം ഇതിനകത്ത് നമ്മൾ മുന്നോട്ട് കയറി വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ ഫാമിലി ലിവിംഗ് റൂം അല്ലെങ്കിൽ ബോണസ് റൂം. താഴെ നിങ്ങളുടെ ഗസ്റ്റുകൾക്കും ബാക്കിയുള്ളവർക്കും ഉള്ള ഒരു കോമൺ ലിവിംഗ് റൂം. ഇത് ഇറ്റ് ഈസ് മെന്റ് ഫോർ യുവർ ഫാമിലി ആൻഡ് യുവർ എന്റർടൈൻമെന്റ്, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെ ബോണസ് റൂം എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. പണ്ടെന്ന് വെച്ചാൽ ആക്ച്വലി ദിസ് പ്ലേസ് ദാറ്റ് വി ആർ സ്റ്റാൻഡിങ് ഇസ് ഓൺ അബവ് ദി ഗറാജ്. ഗറാജിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഏരിയ. പണ്ട് ഇവര് ഗറാജിന്റെ മുകളിൽ ഒന്നും പണിയത്തില്ലായിരുന്നു. നമ്മളെ പണ്ടത്തെ ഇപ്പൊ ആ വീടുകൾ നോക്കുമ്പോൾ ആ വീടുകൾ നമ്മൾ കാണുവാണെങ്കിൽ അങ്ങനത്തെ റൂഫ് മാത്രം, ആ റൂഫ് പോലെ ആയിരിക്കും. അവർ അതിന്റെ മുകളിൽ ഒരു ഫ്ലോർ പണിയത്തില്ല, ഒന്ന് ലിവിങ് സ്പേസ് പണിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടി സ്പേസ് വേണമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ആ ഗരാജിന്റെ മുകളിലത്തെ ഏരിയയും റൂഫിനെയും ഒരു സ്പേസ് ആയിട്ട് പണിതു. അതുകൊണ്ടാണ് അതിനെ ബോണസ് ഏരിയ അല്ലെങ്കിൽ അഡീഷണൽ ഏരിയ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ബോണസ് റൂം എന്ന് പറയുന്നത്. ആ ബോണസ് ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതാണ് ലോണ്ട്രി റൂം. ഇത് നമ്മൾ തുണി നനയ്ക്കാനായിട്ട് വാഷറും ഡ്രയറും. അഗൈൻ ഇവിടെ കാനഡയിലെ വെതറിനനുസരിച്ച് തണുപ്പ് ഒരുപാട് കൂടുതലാണ്. നമുക്ക് സൺ കുറവായതുകൊണ്ട് ജനറലി വി ഹാവ് എ സെപ്പറേറ്റ് ഡ്രയർ. അതുകൊണ്ട് ഫുൾ ഡ്രൈ. നമ്മുടെ നാട്ടിലോട്ട് നമുക്ക് വെളിയിലിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും അതിനകത്ത് ഇച്ചിരി നനവ് എപ്പോഴും കാണും. അതുകൊണ്ട് നമ്മൾ ജനറലി വെളിയിലിട്ടിട്ടാണ് അതിന്റെ ഫുൾ ഡ്രൈ എടുക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു പറ്റത്തില്ലാത്തതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഒരു ഡ്രയർ തന്നെ വേറെ വേണം. അതുകൊണ്ട് 2 യൂണിറ്റ് ഒരുമിച്ചാണ് വരുന്നത്, വാഷർ ആൻഡ് ഡ്രയർ. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ ഒരു ഹാങ് ചെയ്യേണ്ടോ അതിന്റെ ആവശ്യമില്ല. വി ക്യാൻ സ്ട്രേറ്റ് അവേ ഫോൾഡ്. അത് ആ ഒരു കോൺസെപ്റ്റിലാണ് 2 എണ്ണം വരുന്നത്. സോ ഇതിനെ ലോണ്ട്രി റൂം എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ നമുക്ക് അകത്ത് കയറി വരാൻ പറ്റുന്ന റൂംസിനെ എല്ലാം വാക്ക് ഇൻ റൂംസ് എന്ന് പറയുന്നത്. യു ക്യാൻ വാക്ക് ഇൻസൈഡ്. സോ ദിസ് ഇസ് എ വാക്ക് ഇൻ ലോണ്ട്രി റൂം. എല്ലാ വീടുകൾക്കും വാക്ക് ഇൻ കാണത്തില്ല. ചിലർക്ക് തുറന്നാൽ ഉടനെ ലോണ്ട്രി സ്പേസ് മുന്നിലുള്ള വീടുകളും കാണും. ഇതിന് പക്ഷെ വാക്ക് ഇൻ ഉണ്ട്. ആൾക്കാർക്ക് ഇവിടെ തേക്കാനും എടുക്കാനുമുള്ള നിങ്ങളുടെ അയൺ ബോക്സും അതും എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. മടക്കി വെക്കാവുന്ന ഈ സ്പേസിനെ ലിനൻ ക്ലോസറ്റ് എന്ന് വിളിക്കും. ലിനൻ ക്ലോസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലാങ്കറ്റ്സ്, നിങ്ങളുടെ തലേണകള്, കുഷൻസ്, ഷീറ്റ്സ്, ബെഡ് ഷീറ്റ്സ്, ടവൽസ് അതൊക്കെ വെക്കുന്ന ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ആണ്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. ഇത് 4 ബെഡ്റൂം ഉള്ള വീടായതുകൊണ്ട് ബെഡ്റൂംസിന് സൈസ് ഇച്ചിരി ചെറുതാണ്. 2600 സ്ക്വയർ ഫീറ്റിനകത്ത് അവർ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അഗൈൻ നമ്മൾ വീട് മേടിക്കുമ്പം ഇതൊക്കെ ഷോ ഹോം ആയതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഷോയിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് വി വുഡ് ബി ഗെറ്റിംഗ് ദ പ്ലെയിൻ ഹോം വിതൗട്ട് എനി ഓഫ് ദീസ് തിങ്സ്. അഗൈൻ നമ്മൾ താഴെ അലമീര അല്ലെങ്കിൽ ക്ലോസറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെയാണ്. ഇങ്ങനെയാണ് ജനറലി ആൾക്കാർ ഇവിടെ ഹാങ് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ പ്രോപ്പർ അങ്ങനത്തെ ലെയേഴ്സ് ആയിട്ടൊന്നുമില്ല, ഷെൽഫ്സ് ഇല്ല. അത് ചിലർ ഡിസൈൻ ചെയ്യും, ചിലർ അതനുസരിച്ചുള്ള ഷെൽവിംഗ് യൂണിറ്റ്സ് മേടിക്കും. പക്ഷെ അഗൈൻ കോമൺലി ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇത് സെക്കൻഡ് ബെഡ്റൂം ആണ്. അഗൈൻ ഇതൊരു ഗേൾസ് റൂം എന്നുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പിങ്ക് കോൺസെപ്റ്റ്. ഒരു ബേബി ഗേളോ അല്ലെങ്കിൽ കുഞ്ഞു ഗേൾസോ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഡിസൈൻ ചെയ്യുന്ന വീടുകളുടെ ഹോം ഡെക്കോർ എല്ലാം അതനുസരിച്ചാണ്. ബോയ്സ് റൂമിനനുസരിച്ച് ബോയ്സ്. ഒരു സ്റ്റേജിങ് എന്നാണ് ഇതിനെ പറയുന്നത്. സ്റ്റേജിങ് ഓഫ് എ ഹൗസ്. എനിക്ക് നല്ല ഇഷ്ടം. ഇതും ഈ വീടിന്റെ ഷോ ഹോം ആയതുകൊണ്ട് ഇതൊക്കെ അപ്ഗ്രേഡ്സ് ആണ്. ഒരു ലെവൽ കയറിയിട്ടാണ് നിങ്ങളുടെ ബാക്കി റൂംസ് ഉള്ളത്. എല്ലാ വീടുകളിലും ഇത് വേണം എന്നൊരു നിർബന്ധമില്ല. കോമൺ ഒരു ലേ ഔട്ട് തന്നെയായിരിക്കും. പക്ഷെ ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ 2 സ്റ്റെപ്പ് മുകളിൽ പോയിട്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള റൂംസ് വരുന്നത്. വാഷ്റൂം മുകളിലത്തെ ഒരു കോമൺ വാഷ്റൂം ആണിത്.
സോ ഈ വാഷ്റൂമിനകത്ത് നമുക്ക് ഇതിനെ ഷവർ ടബ് എന്നാണ് പറയുന്നത്. ഇത് 2 ടൈപ്പിലെ ടബ്സ് ഉണ്ട്. ഒന്ന് സോക്കർ ടബാണ്. സോക്കർ ടബിനകത്ത് നമുക്ക് നിന്ന് കുളിക്കാനുള്ള സൗകര്യമില്ല, പക്ഷെ ഇത് ഷവർ ടബാണ്. അതുകൊണ്ട് ഇവിടെ വരെ ഉള്ളതിനാണ് ഷവർ ടബ്സ് എന്ന് പറയുന്നത്. ടൈൽസ് ഇങ്ങനെ മോളി വരെ ഉള്ളതിന് അതിനകത്ത് നമുക്ക് നിന്ന് കുളിക്കാം. സോക്കർ ടബ്സിനകത്ത് നമുക്ക് കിടന്നുള്ള ആ ഒരു റിലാക്സിങ് എന്നുള്ളൊരു അത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ജനറലി എല്ലാ വീടുകൾക്കും ഒരു ടബ് കാണും. തേർഡ് റൂം, ഇത് അവർ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഓഫീസ് എന്നുള്ള കോൺസെപ്റ്റിലാണ്. അതുകൊണ്ടാണ് അത് സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചോയ്സ് ആണ്. നമ്മൾ ഇതിനെ തേർഡ് റൂമായിട്ട് തന്നെ ഗസ്റ്റ് റൂമോ അല്ലെങ്കിൽ ആ രീതിയിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അത് രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ആൻഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് റൂം ഓഫ് ദിസ് ഹൗസ് ഇസ് എ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയും. ദിസ് ഇസ് എ റൂം ഫോർ ദി ഓണേഴ്സ് ഓർ ദി മെയിൻ പീപ്പിൾ. ആ ഒരു ഏത് കപ്പിളായിരിക്കും മേടിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മെയിൻ റൂം ആയിട്ടാണ്. അതുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ജനറലി ബാക്കിയുള്ള റൂമിനേക്കാളും ഇച്ചിരി വലുതായിരിക്കും ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ഈ വീടിനകത്ത് ഇതിനെ ഫ്രഞ്ച് ഡോർസ് എന്നാണ് പറയുന്നത്. 2ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഈ വീടിനകത്ത് ഇങ്ങനെ ഒരു സ്പെസിഫിക് ഒരു അഡീഷൻ ഉണ്ട്. ഇതും ഒരു അപ്ഗ്രേഡ് ആണ്. എല്ലാ വീടുകൾക്കും ഇങ്ങനത്തെ കിട്ടത്തില്ല. നമ്മളിത് ആഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ അപ്ഗ്രേഡ് ആയിട്ടേ വരത്തുള്ളൂ. നമ്മുടെ ബേസിക് പ്രൈസിനൊക്കെ വരത്തില്ല. ഇതൊരു കിങ് സൈസ് ബെഡാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതൊരു വലിയതായി ആ ഒരു ഈ സൈസിലുള്ള ബെഡ്സിനെയാണ് കിങ് സൈസ് ബെഡ് എന്ന് പറയുന്നത്. ഡ്രസ്സർ എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ജനറലി ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണികളൊക്കെ ഹാങ് ചെയ്യുന്നുണ്ട്. ബാക്കി മടക്കി വെക്കുന്ന തുണികളെല്ലാം നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സേഴ്സിനകത്തായിരിക്കും വെക്കുന്നത്. ഇതിനകത്ത് പ്രോപ്പർ ക്ലോസറ്റ്സോ അല്ലെങ്കിൽ ലെയേഴ്സ് കാണും. എനിക്ക് അകത്ത് കയറാൻ പറ്റുന്നതുകൊണ്ട് ഈ ക്ലോസറ്റിനെ വാക്ക് ഇൻ ക്ലോസറ്റ് എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ ക്ലോസറ്റ്സും നമ്മളിപ്പം മുറികളിൽ കണ്ടത് നമുക്ക് തുറക്കാവുന്നവേ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് നോർമൽ ക്ലോസറ്റ്സ് ആണ്. മാസ്റ്റർ ബെഡ്റൂംസിൽ ജനറലി ഒരു വാക്ക് ഇൻ ക്ലോസറ്റ്സ് കാണും. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ കൂടെ അറ്റാച്ച്ഡ് ഉള്ള ബാത്റൂമാണ്. അതിനെ ഇവിടെ ഓൺ സ്യൂട്ട് എന്ന് പറയും. അതിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് 2 സിങ്ക്, ഹി ആൻഡ് ഷീ സിങ്ക് എന്നുള്ള രീതിയിലാണ് ഇതിനെ പറയുന്നത്. 2 സിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് ചില ബിൽഡേഴ്സ് കൊടുക്കും. ചില ബിൽഡേഴ്സ് ഇതിനെ അപ്ഗ്രേഡ് ആയിട്ടാണ് തരുന്നത്. നോർമൽ ബേസിക് പ്രൈസ് ചിലപ്പം ഒരു സിങ്ക് മാത്രമേ കാണത്തുള്ളൂ. ഇത് നമുക്ക് ആഡ് ചെയ്യണം. പ്രൈസ് ഇച്ചിരി എക്സ്ട്രാ കൊടുത്തിട്ട് ആഡ് ചെയ്യണം. അകത്ത് വരുമ്പോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സോക്കർ ടബ്. അപ്പൊ ഇതിനകത്ത് നിന്നുകൊണ്ട് കുളിക്കാൻ പറ്റത്തില്ല. മറ്റേതെന്ന് വെച്ചാൽ ഷവർ ടബ് ആയിരുന്നു. ഇത് നമുക്ക് ജസ്റ്റ് സിമ്പിൾ റിലാക്സ് ആൻഡ് ബാത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സോക്കിംഗ് ബാത്തോ അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. കൂടുതലും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഇത് കൂടുതലും യൂസ് ചെയ്യാറില്ല. നമുക്ക് കൂടുതലും ഇഷ്ടം നമ്മുടെ സ്റ്റാൻഡിങ് ഷവർസ് ആണ്. ഈ സ്പേസ് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. ഇതിനൊന്ന് ക്ലോസ് ചെയ്താൽ നമ്മുടെ കുളിക്കുന്നതും ബാത്റൂം ടോയ്ലറ്റ്സും സെപ്പറേറ്റ് ആവും. ഇപ്പൊ ബാക്കി വേറെ സിങ്ക് യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ സെപ്പറേഷൻ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡിങ് ഷവർ. സ്റ്റാൻഡിങ് ഷവർ ആണ്. ടബ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് സ്റ്റാൻഡിങ് ഷവർ എന്ന് പറയുന്നത്. നമ്മുടെ ടോയ്ലറ്റ് സ്പേസ്. നമ്മള് നാട്ടിലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അപ്ലയൻസസ് ഒന്നും കൂട്ടത്തിൽ കിട്ടാറില്ല. നമ്മൾ തന്നെ ഫ്രിഡ്ജും സ്റ്റോവും അതൊക്കെ പിന്നെ നമ്മൾ മേടിച്ചു വെക്കുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിന്. പക്ഷെ ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂവ് ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പഴയ വീടോ അല്ലെങ്കിൽ പുതിയ വീടോ മേടിക്കുമ്പോൾ അവർ കുറച്ച് അപ്ലയൻസസ് നമ്മുടെ പ്രൈസിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് തരും. നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അഗൈൻ എൻ്റെ ഒരു ഐഡിയ ശരിയാണെങ്കിൽ ബിക്കോസ് ഓഫ് ദി സ്നോ ഐസും മൂവിങ് ഒക്കെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത്രയും മൂവ്മെന്റിനൊന്നും എപ്പോഴും എടുത്ത് മാറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്ലയൻസസിന് ലോങ് ലൈഫിന് വേണ്ടിയിട്ടാണ് അവർ ജനറലി വീടിന്റെ കൂട്ടത്തിൽ തന്നെ സെയിൽ ചെയ്യുന്നത്.
നോർമൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ സ്റ്റോവ് ആണ്. ഫസ്റ്റ് സ്റ്റോവ് കിട്ടും. ജനറലി അത് താഴെ അറ്റാച്ച്ഡ് ഉള്ള ഒരു സ്റ്റോവ് പീസ് ആയിരിക്കും. അത് ഞാൻ വേറെ കാണിക്കാം, അങ്ങനെയായിരിക്കും. അത് കിട്ടും. പിന്നെ സെക്കൻഡ് കിട്ടുന്നത് നമുക്ക് ഈ ഫ്രിഡ്ജ് കിട്ടും. ഫ്രിഡ്ജ് കാണും, ഡെഫിനറ്റ്ലി ആ ഒരു ഇൻക്ലൂഡഡ് ആണ്. പിന്നെ തേർഡ് നമുക്ക് കിട്ടുന്നത് ഡിഷ് വാഷർ എന്ന് പറയുന്ന സംഭവമാണ്. നമുക്ക് പാത്രം കഴുകാനായിട്ട് ഓട്ടോമാറ്റിക് ഡിഷ് വാഷർ ആണ്. സോ ഈ 3 സാധനങ്ങളും കിച്ചണിനകത്ത് ഒരു ഡെഫിനറ്റ് ഐറ്റം ആയിട്ട് തന്നെ ആ ഒരു പ്രൈസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ഷോറൂം ആയതുകൊണ്ട് ഇത് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് തുറന്ന് സ്ലൈഡിങ് ഡോർസ് ആണിത്. ഇത് തുറന്ന് നമുക്ക് വെളിയിൽ പോകുന്ന ഏരിയയിൽ നമ്മൾ ഡെക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് വുഡൻ അതിലാണ് വുഡാണ്, അതിനകത്ത് പ്ലാന്റ്സിലാണ് അത് ജനറലി ഡിസൈൻ ചെയ്യുന്നത്. റെയിലിങ്സും അവിടെ കാണും. റെയിലിങ്സും വുഡൻ ആക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റാൻഡേർഡ് വേറെ മെറ്റൽ ആക്കാം. അത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷേ സമ്മേഴ്സിലും അതിലൊക്കെ നമുക്ക് ഔട്ട്സൈഡ് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് ആൾക്കാർ ഡെക്ക് ഏരിയ ഉണ്ടാക്കുന്നത്. ഈ വീടിന് ആക്ച്വലി ഡെക്ക് ഒരുപാട് ചെറുതാണ്. പക്ഷെ നമുക്ക് ഇച്ചിരൂടെ സ്പേസ് ജനറലി കിട്ടാറുണ്ട്. ഒരു ഡെക്ക് സ്പേസിനായിട്ട് ഇച്ചിരൂടെ സ്പേസ് കിട്ടാറുണ്ട്. അവിടെ നമ്മുടെ ബാർബിക്യൂസോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് പാർട്ടീസോ ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഏരിയ ആണ്. വീട് 2623 സ്ക്വയർ ഫീറ്റ് പുതിയതായിട്ട് നമ്മൾ പണിയുമ്പം ഒരു അബവ് $620,000 ഒരു ബേസിക് പ്രൈസ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത അപ്ഗ്രേഡ്സ് ഒക്കെ ആഡഡ് ആയിരിക്കും അതിൻ്റെ മുകളിലേക്ക്. അതിൻ്റെ മുകളിലായിരിക്കും അവർ ആഡ് ഓൺ ചെയ്യുന്ന പ്രൈസ് പോയിന്റിൽ. നമ്മൾ പക്ഷെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഇത്രയും സ്ക്വയർ ഫീറ്റിന്റെ വീടിന് പുതിയതായിട്ട് ഒരു 620 എന്നുള്ള രീതിയിൽ. നാട്ടിൽ നമ്മുടെ പ്രൈസ് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 crores അല്ലെങ്കിൽ 3 കോടി രൂപയോളം പ്രൈസ് ഉള്ള ഒരു വീട്.